ബ്രാൻഡഡ് ഷൂസ് ഉൽപ്പന്നങ്ങൾക്കും സ്പോർട്സ് ഉൽപ്പന്നങ്ങൾക്കും മാത്രമായി ചേലക്കരയിൽ ഒരു ഷോറൂം. അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ്, കാനറ ബാങ്കിന് മുൻവശം, ചേലക്കര. ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക്കൽ കോളേജിന് NBA അംഗീകാരം ലഭിച്ചതിനുള്ള അനുമോദന ചടങ്ങ് നടന്നു. മന്ത്രി കെ രാധാകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ സംഘടിപ്പിച്ച ടെക് ഫെസ്റ്റിന്റെ ഭാഗമായി NBA അനുമോദന ചടങ്ങിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. ഇവിടുത്തെ കുട്ടികൾ പോളിടെക്നിക്കിൽ പഠിക്കുന്ന കുട്ടികൾ കേവലം പഠിച്ചു പോയാൽ മാത്രമല്ല, ആ പഠിച്ച കോളേജുകളുമായി സമൂഹത്തിന് ചെയ്യാനുള്ള ഒരു മനസ്സ് കൂടി കാണിക്കണമെന്ന് ഞാൻ കാരണം മിക്കവാറും എല്ലാ കാര്യങ്ങളിൽ സ്ഥാപനങ്ങൾ പഠിക്കുന്ന കുട്ടികൾ അവർ സാമൂഹ്യ സന്നദ്ധ സേവനം ചെയ്യുന്നതാണ് പഠിച്ചത്. ഒരേ സമയത്ത് പഠിക്കുകയും അപ്പുറത്ത് സേവനം ചെയ്യും. ആ രീതിയിൽ സമൂഹത്തിന് എന്തെങ്കിലും നന്മ ചെയ്യാനും സേവനം ചെയ്യാനുള്ള മനസ്സ് കൂടി കാണിക്കണം എന്ന് കുട്ടികളോടും അധ്യാപകരോടും അപേക്ഷിച്ചു. ഇന്നത്തെ ജൂബിലിയോടനുബന്ധിച്ചാണ് നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള അനുമോദന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും നമ്മുടെ ഈ പോളിടെക്നിക്കിന് ഇന്ത്യയുടെ അംഗീകാരം പ്രവർത്തിച്ച ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ DTE സീനിയർ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ രാമചന്ദ്രൻ M അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ യാമിനി KP, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ, ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെലീൽ, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ, മന്ത്രിയുടെ പ്രതിനിധി KK മുരളീധരൻ, എക്സ് സർവീസ്മാനും സഹകരണ സംഘം പ്രസിഡന്റുമായ മനോജ് തോട്ടത്തിൽ, PTA വൈസ് പ്രസിഡന്റ് രാമദാസ് M, പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സ്റ്റാൻലി K സാമുവൽ, വിദ്യാർത്ഥി യൂണിയൻ ചെയർമാൻ മുഹമ്മദ് മിഷാൽ, മുൻ ജോയിന്റ് ഡയറക്ടർ രമേശ് KM, കോളേജിന്റെ മുൻകാല പ്രിൻസിപ്പൽമാരായ TS ഹരിദാസ് മണി, ബാബുരാജൻ TC, ലില്ലി സെബാസ്റ്റ്യൻ, റെജിമോൻ എബ്രഹാം, ഡോക്ടർ അഹമ്മദ് സെയ്ദ് TP, കമ്പ്യൂട്ടർ വിഭാഗം മേധാവി സീന IT എന്നിവർ പങ്കെടുത്തു. തുടർന്ന് NBA അംഗീകാരം ലഭിക്കാനായി പരിശ്രമിച്ച ഡിപ്പാർട്ട്മെന്റുകളെയും വ്യക്തികളെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. CCV ന്യൂസ് ചേലക്കര.